ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സായി കമ്പാരിസൺസ് പാർട്ട് 31. നിങ്ങൾ 0 0 കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് 1 കിട്ടുന്നു. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒന്നും ബാക്കി വരാൻ പാടില്ല. ഒന്നും ബാക്കി വയ്ക്കരുത്. കടം, രോഗം, ശത്രുക്കളോട് പക തുടങ്ങി ഒരു കാര്യത്തിലും ഈ ജനന മരണ ചക്രത്തിൽ ബാക്കി വയ്ക്കുവാൻ പാടില്ലെന്ന് വേദശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഏത് പ്രവൃത്തിയും പൂർണ്ണമായി ചെയ്തു തീർക്കുക. അത് വീണ്ടും ആവർത്തിക്കുവാൻ ഇടവരരുത്. നിങ്ങളുടെ സർവകർമ്മങ്ങളും ഈശ്വരപാദത്തിൽ അർപ്പിക്കുകയും കർമ്മങ്ങളിൽ മമത ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ കർമ്മഫലങ്ങൾ നിങ്ങളെ ബന്ധനസ്ഥരാക്കുകയില്ല. നിങ്ങൾ സ്വതന്ത്രരാകും, മുക്തരാകും, മോക്ഷം നേടും. അച്ചടക്കവും ഏകാഗ്രതയും ഒരു നദിയുടെ 2 തീരങ്ങൾ പോലെയാണ്. ഈ നദീതീരങ്ങൾ നദീജലത്തെ നിരുപദ്രവവും ഉപകാരപ്രദവുമായ രീതിയിൽ ഒഴുകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. നിങ്ങൾ ആത്മീയ സാധനയിലും ആത്മാനുസന്ധാനത്തിലും ഏർപ്പെടുമ്പോൾ അച്ചടക്കവും ഏകാഗ്രതയും നിങ്ങൾക്ക് സഹായകമാകുന്നു. തൻ്റെ പാത ഏതെന്ന് അറിയാത്ത ഒരാൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കില്ല. തൻ്റെ ലക്ഷ്യമെന്തെന്ന് അറിയാത്ത ഒരാൾക്ക് പാത തിരഞ്ഞെടുക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ പാതയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ശരിയായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നാഹം, ശരീരം, അത് ഞാനല്ല. കോഹം, പിന്നെ ഞാൻ ആരാണ്? സോഹം, അത് ഞാനാകുന്നു. ആദ്യമേ തന്നെ ശരീരം എന്താണെന്ന് അറിയുക. അതെന്താണ് ചെയ്യുന്നത്? അത് നമുക്ക് പ്രയോജനകരമാണോ? നാം എൻ്റെ കൈ, എൻ്റെ ബുക്ക്, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത എന്നൊക്കെ പറയുന്നത് ഇവയൊക്കെ സ്വന്തമാക്കിയ ഞാൻ അവയെ ഉപകരണങ്ങൾ ആക്കിയതുകൊണ്ടാണ്. ആരാണ് ഈ ഞാൻ? എങ്ങനെയാണോ വിദ്യുത് ശക്തി ആണികളും ചക്രങ്ങളും നാടകളും അടങ്ങിയ ഒരു യന്ത്രത്തെ ചലിപ്പിക്കുന്നത്, അതുപോലെ ഈ ഞാൻ ശരീരത്തെയും അതിലെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളെയും ചലിപ്പിക്കുന്നു. ഉച്ചഭാഷണിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന വയറിലൂടെ വിദ്യുത് ശക്തി പ്രവഹിച്ചില്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയില്ല. ശരീരത്തിലെ ഈശ്വര ശക്തിയാണ് ഞാൻ. അത് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഒരു അവയവവും പ്രവർത്തിക്കില്ല. ഞാൻ, അതായത് ആത്മൻ, ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് അറിയുക. ആത്മീയോന്നമനം പരസ്യ പ്രകടനങ്ങളെ വർജിക്കുന്നു. ആത്മീയ സാധനകൾ പൊതുജന ദൃഷ്ടിയിൽപ്പെടാതെ നിശബ്ദമായി ചെയ്യേണ്ടതാണ്. ഈശ്വരനാമത്തെയും രൂപത്തെയും അമൂല്യ രത്നം എന്നാണ് ഭക്ത മീരാബായി പ്രഖ്യാപിച്ചത്. അമൂല്യമായ രത്നങ്ങൾ ചന്തയിൽ വാങ്ങാൻ കിട്ടുന്നവയല്ല. എല്ലാവർക്കും വാങ്ങുന്നതിനായി പച്ചക്കറികളാണ് ചന്തയിൽ പ്രദർശിപ്പിക്കുക. ആർഭാടവും പ്രകടനവും ആത്മീയ പാതയ്ക്ക് അന്യമായതാണ്. സാധനയാകുന്ന വൃക്ഷത്തിന് ഭക്തിയാകുന്ന വെള്ളം ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആനന്ദമാകുന്ന മധുരഫലം ലഭിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിന് സഹായമാകുമെന്ന് കരുതി ചിലർ ഹഠയോഗം, ക്രിയായോഗം, രാജയോഗം തുടങ്ങിയ വിവിധ മാർഗങ്ങളിൽ ആകൃഷ്ടരാകുന്നു. പക്ഷേ ഇവയൊന്നും ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായിക്കില്ലെന്ന് ഞാൻ പറയുന്നു. പ്രേമയോഗത്തിനു മാത്രമേ നിങ്ങളെ ഈശ്വരനിലേക്ക് നയിക്കുവാനാകൂ. മറ്റു യോഗങ്ങൾ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളെ താൽക്കാലികമായി കുറയ്ക്കുവാനും കുറച്ചുകാലം കൂടി ആരോഗ്യവും ആയുസ്സും
ലഭിക്കുവാനും നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷേ അതുമാത്രമേ അവയ്ക്ക് നൽകുവാനാകൂ. കുറച്ചുനാൾ കൂടി ഈ ശരീരം ലഭിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പ്രേമം ഇല്ലെങ്കിൽ ഈ ശരീരം നിങ്ങൾക്കൊരു ഭാരമായി തീരുന്നു. പ്രേമമുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ താൽപ്പര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർക്ക് സേവനം നൽകുവാൻ നിങ്ങൾക്ക് കഴിയുന്നു. സാധനാമാർഗത്തിൽ 2 ഘട്ടങ്ങളുണ്ട്. 1 വിധ്വംസകം, 2 വിധായകം. തൻ്റെ കൃഷിയിടത്തിൽ വിത്ത് വിതയ്ക്കാനും മികച്ച വിളവ് നേടിയെടുക്കുവാനും ആഗ്രഹിക്കുന്ന കർഷകൻ ആദ്യം അവിടെയുള്ള കളകളും കുറ്റിച്ചെടികളും പിഴുതുമാറ്റണം. അതുപോലെ സാധനയുടെ ആദ്യത്തെ ഘട്ടം വിധ്വംസകം, അതായത് അനാവശ്യമായ കാര്യങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. തുടർന്ന് കർഷകൻ നിലം ഉഴുത് ജലസേചനം നടത്തി വിത്ത് വിതയ്ക്കുവാൻ പാകമാക്കും. വയലിന് ക്ഷേത്രം എന്നൊരു പേരുകൂടിയുണ്ട്. കൃഷിഭൂമിയോട് തുലനം ചെയ്യാവുന്ന ക്ഷേത്രം നിങ്ങളുടെ ഹൃദയമാണ്. നിങ്ങളുടെ ഹൃദയത്തെ ശുചിയാക്കുകയും ദുശ്ചിന്തകളെ ദൂരീകരിക്കുകയും വേണം. അതിനുശേഷം ഹൃദയത്തെ അനുകമ്പയാലും കരുണയാലും ഉഴുതുമറിച്ച് പ്രേമമാകുന്ന ജലത്താൽ നനയ്ക്കണം. പ്രേമത്താൽ നന്നായി കുതിർന്നാൽ മാത്രമേ പ്രഭുവിൻ്റെ നാമമാകുന്ന വിത്ത് അവിടെ വിതയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്രകാരം നന്നായി തയ്യാറാക്കിയ ഹൃദയക്ഷേത്രത്തിൽ പ്രഭുവിൻ്റെ നാമമാകുന്ന വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് മികച്ച വിളവ് അഥവാ ഫലം ലഭിക്കും. പരിശുദ്ധവും നിഷ്കപടവുമായ ഹൃദയക്ഷേത്രത്തിൽ മാത്രമേ പ്രേമമാകുന്ന ചെടി പുഷ്ടിപ്പെടുകയുള്ളൂ. ഈ ലോകം ഭ്രമമാണ്, മായയാണ്. പരമമായ ലക്ഷ്യത്തിലെത്തിയ ഒരാൾക്ക് മാത്രമേ സർവം ബ്രഹ്മമയം എന്ന അറിവ് ഉണ്ടാവുകയുള്ളൂ. ആ ബോധം ഉണ്ടാകുന്നതുവരെ ക്ഷമയോടും പ്രതീക്ഷയോടും കൂടി തയ്യാറെടുത്തുകൊണ്ട് കാത്തിരിക്കണം. വളരുന്ന ഒരു ശിശുവിന് മുതിർന്നവർക്കുള്ള ഭക്ഷണം നൽകുവാൻ സാധിക്കില്ല. ശിശുവിന് അനുയോജ്യമായതും ആവശ്യമുള്ളതുമായ ഭക്ഷണം നിങ്ങൾ തയ്യാറാക്കണം. അതുപോലെ എന്തെങ്കിലും അധികം ചെയ്യുകയോ ഒട്ടും ചെയ്യാതിരിക്കുകയോ പാടില്ല. അമിതമായ കർമ്മവും നിഷ്ക്രിയത്വവും രണ്ടും അസുഖങ്ങളുണ്ടാക്കുകയും ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ ശാസ്ത്രവാദിയോ ബുദ്ധിവാദിയോ അല്ല, ഞാൻ പ്രേമവാദിയാണ്. അതുകൊണ്ട് ശാസ്ത്രപുസ്തകങ്ങളെ ആശ്രയിക്കുന്ന ഒരു പണ്ഡിതനോ യുക്തിവാദിയായ ഒരു ഭക്തനോ അല്ലാത്തതിനാൽ എനിക്ക് യാതൊരു തര സംഘർഷവും ഇല്ല. പണ്ഡിതനും ഭക്തനും അവരുടേതായ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ധാരാളം പരിമിതികളും ഉണ്ട്. ജയ് സായിരാം.